ഹായ് ഗായ്സ്, വിങ്സ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് നവാഫ്. ഞാൻ നിങ്ങൾക്ക് ഫിസിക്സ് ആണ് എടുക്കാൻ പോകുന്നത്. ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? റേ ഡയഗ്രം ഷോയിങ് ദ പാത്ത് ഓഫ് ലൈറ്റ് ത്രൂ മീഡിയം എ ആൻഡ് ബി ഈസ് ഗിവൺ. നമുക്കൊരു റേ ഡയഗ്രം തന്നിട്ടുണ്ട് അല്ലേ? ആ റേ ഡയഗ്രത്തിൽ എന്തൊക്കെയുണ്ട്? മീഡിയം എയിൽ നിന്ന് മീഡിയം ബിയിലോട്ട് എന്താണ് ഒരു ലൈറ്റ് റേ പാസ് ചെയ്യണം. ആ ഡയഗ്രത്തിൽ എന്താണ്? മീഡിയം എയിൽ നിന്ന് മീഡിയം ബിയിലോട്ട് ഒരു ലൈറ്റ് റേ പാസ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് ഇൻ വിച്ച് മീഡിയം വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ലെസ്. ഇതിൽ ഏത് മീഡിയത്തിനാണ് സ്പീഡ് ഓഫ് ലൈറ്റ് കുറവെന്നാ ചോദിച്ചത്? മീഡിയം എക്കാണോ മീഡിയം ബിക്കാണോ സ്പീഡ് ഓഫ് ലൈറ്റ് കുറവെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ തന്നെ ബി ക്വസ്റ്റ്യൻ ആണെന്ത്? വിച്ച് വിൽ ബി ദ ഒപ്റ്റിക്കൽ ടെൻസർ മീഡിയം, ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇതിൽ ഏത് മീഡിയത്തിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ? മീഡിയം എക്കാണോ മീഡിയം ബിക്കാണോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ കാരണവും എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു റേ ഡയഗ്രം തന്നിട്ട് നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഡയഗ്രത്തിന്റെ സർഫസിന് നോർമൽ ആയിട്ടൊരു റേ വരക്കാം. നോർമൽ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആണ്? 90 ഡിഗ്രി അല്ലെ? നോർമൽ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ നോർമൽ വരക്കുമ്പോ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഫിഗറിനെ പറ്റി. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ഫിഗറിലോട്ട്. എയിൽ നിന്ന് ബിയിലോട്ട് പോകുമ്പോ എന്താ സംഭവിക്കണേ? എയിൽ നിന്ന് ബിയിലോട്ട് പോകുമ്പോൾ ലൈറ്റ് റേ ചെരിയല്ലേ? ചെരിയണം. എങ്ങോട്ടാ ചെരിയണേ? നോർമലിനോട് അടുത്തോട്ടാണ് ചെരിയണേ അല്ലേ? ശ്രദ്ധിച്ചു നോക്കിയേ. എയിൽ നിന്ന് ബിയിലോട്ട് പോകുമ്പോ എങ്ങോട്ടാ ചെരിയണേ? നോർമലിന് അടുത്തോട്ടാണ് ചെരിയണേ. നോർമലിനോട് അടുത്ത് ചെരിയണമെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ എന്താണ്? ഒരു റേ ടുവേർഡ്സ് നോർമലി ചെരിയണമെന്നുണ്ടെങ്കിൽ, ഡീവിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ എന്താണ്? ഒപ്റ്റിക്കലി റെയറർ മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ മാത്രമേ അവിടെ എന്ത് സംഭവിക്കുള്ളൂ? ഡീവിയേഷൻ ടുവേർഡ്സ് നോർമൽ ആവുള്ളൂ. എന്ന് വെച്ചാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള സ്ഥലത്തോട്ട് പോകുമ്പോൾ മാത്രമേ അവിടെ എന്ത് സംഭവിക്കുള്ളൂ? ഡീവിയേറ്റ്സ് ടുവേർഡ്സ് നോർമൽ സംഭവിക്കുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ ഡീവിയേഷൻ ടുവേർഡ്സ് നോർമൽ ആണെന്ന് പറഞ്ഞല്ലേ? അപ്പൊ ഡീവിയേഷൻ ടുവേർഡ്സ് നോർമൽ ആണെങ്കിൽ എന്താണ്? റെയറർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിൽ നിന്ന് എങ്ങോട്ട് പോകണം? ഡെൻസർ മീഡിയത്തിലോട്ട് പോകണം. റെയറർ മീഡിയത്തിൽ നിന്ന് എങ്ങോട്ട് പോകണം? ഡെൻസർ മീഡിയത്തിലോട്ട് പോകണം. അപ്പൊ നമുക്ക് ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം കിട്ടിയല്ലേ? ബി ക്വസ്റ്റിന്റെ ഉത്തരം കിട്ടി. ബി ക്വസ്റ്റിന്റെ ഉത്തരം എന്താണ്? വിച്ച് വിൽ ബി ദ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം. ഏത് മീഡിയത്തിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഏത് മീഡിയത്തിനാണ്? ബി അല്ലെ? ബിക്കാണ് ഡെൻസിറ്റി കൂടുതൽ അല്ലെ? റെയറർ മീഡിയ ആരാണ്? എ ആണ്. ഡെൻസർ മീഡിയ ആരാണ്? ബി ആണ്. അപ്പൊ ബിക്കാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ. അതിന്റെ കാരണം എന്താ? നമുക്ക് എങ്ങനെയാ മനസ്സിലായി ബിക്കാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ? When a ray of light enters from optically rarer medium to denser medium, it will deviate towards normal. എന്ന് വെച്ചാൽ എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതലുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ എങ്ങനെ ഡിവൈറ്റ് ചെയ്യും? എങ്ങനെയാ ഡിവൈറ്റ് ചെയ്യുക? ടുവേർഡ്സ് നോർമൽ അല്ലെ? നോർമലിനോട് ചേർന്ന് ഡിവൈറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് അവിടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? കംപ്ലീറ്റ് ദ ഗിവൺ ഡയഗ്രാം, മാർക്ക് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. നമുക്ക് തന്നിരിക്കുന്ന ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും നമ്മുടെ അടുത്ത് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ ഇപ്പൊ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ ആരാണ് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം? ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ആരാണ്? ഗ്ലാസ് ആണ് അല്ലെ? കാരണം എന്താണ്? വാട്ടറിനാട്ടി ഡെൻസിറ്റി കൂടുതലാണ് ആർക്ക്? ഗ്ലാസിന്. ആർക്കാണ്? ഗ്ലാസിന്. വാട്ടറിനാട്ടി ഡെൻസിറ്റി ആർക്കാണ് കൂടുതൽ? ഗ്ലാസിനാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഡെൻസർ മീഡിയ ആരായിരിക്കും? ഗ്ലാസ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു എന്ത്? റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുക? റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുക? അല്ലെ? ടുവേർഡ്സ് നോർമൽ. അല്ലെ? നോർമലിനോട് ചേർന്ന് ഡീവിയേറ്റ് ചെയ്യും. എന്താണ് ചെയ്യുക? നോർമലിനോട് ചേർന്ന് ഡീവിയേറ്റ് ചെയ്യും. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും മാർക്ക് ചെയ്യാൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇൻസിഡന്റ് റേയും നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നമ്മുടെ റിഫ്രാക്ഷനിലോട്ട് വരണ ലൈറ്റ് റേയും നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, റിഫ്രാക്റ്റഡ് റേയില്, നമ്മുടെ ചെരിഞ്ഞു പോണ റേയില്, ആ റേയും നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒന്ന് മാർക്ക് ചെയ്തേ. ഞാൻ പറഞ്ഞു എന്ത്? ഇൻസിഡന്റ് റേയും നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആൻഡ് റിഫ്രാക്റ്റഡ് റേയും നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് വരുമ്പോൾ എപ്പോഴും വലിയ ആംഗിൾ ആരായിരിക്കും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയിരിക്കും.
റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് വരുമ്പോൾ എപ്പോഴും വലിയ ആംഗിൾ ആരായിരിക്കും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയിരിക്കും. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ തിരിച്ചും ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് വരുമ്പോൾ വലിയ ആംഗിൾ ആരായിരിക്കും? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആയിരിക്കും. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് വരുമ്പോൾ വലിയ ആംഗിൾ ആരായിരിക്കും? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ഇൻസിഡന്റ് റേ ആരാണ്? ഇൻസിഡന്റ് റേ ഇതാണ്. ഇൻസിഡന്റ് റേ ഇതാണ് എന്ത്? റിഫ്രാക്റ്റഡ് റേ അല്ലെ? റിഫ്രാക്ട് ചെയ്ത് പോണ റേ ആണ് എന്ത്? റിഫ്രാക്റ്റഡ് റേ. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ നമുക്ക് അവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? ലൈറ്റ് പാസസ് ഫ്രം മീഡിയം എക്സ് ടു വൈ. മീഡിയം എക്സിൽ നിന്ന് വൈയിലോട്ട് ഒരു ലൈറ്റ് പാസ് ചെയ്യണം. എന്നിട്ട് ഈ മൂന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് അവർ നമുക്ക് എന്തുണ്ട്? ഒരു ക്ലൂ തന്നിട്ടുണ്ട്. എന്താണ് ആ ക്ലൂ? ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. എന്താണ് ആ ക്ലൂ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് വലുത്. എന്തിനേക്കാൾ വലുതാണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസിനേക്കാൾ. എന്താണ്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസിനേക്കാൾ വലുത്. എന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്ന ചോദ്യം ഇതൊക്കെയാണ്. ഇൻ വിച്ച് മീഡിയം ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് മോർ? ഇതിൽ ഏത് മീഡിയത്തിനാണ്? എക്സിനാണോ വൈക്കാണോ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിച്ച് മീഡിയം ഈസ് ദ ലാർജർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഇതിൽ ഏത് മീഡിയത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് പാസസ് ഫ്രം എക്സ് ടു വൈ എന്നാണെന്നല്ലേ പറഞ്ഞേ? എക്സ് ടു വൈ ആണെന്നല്ലേ പറഞ്ഞേ? ആ ലൈറ്റ് പാസ് ചെയ്യണതിന്റെ പാത്തും കൂടി വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡ്രോ ദ പാത്ത് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിൽ നിന്ന് വൈയിലോട്ട് പോണ ലൈറ്റ് റേയുടെ പാത്ത് വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നമുക്ക് സി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അപ്പൊ എന്താ പാത്ത് വരക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലേ, എക്സിൽ നിന്ന് എങ്ങോട്ടാ പോകുന്നേ? വൈയിലോട്ട്. മീഡിയം എക്സിൽ നിന്ന് മീഡിയം വൈയിലോട്ട്. അവർ തന്ന ക്ലൂ എന്താ? ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്ത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വലുതാവണമെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് എവിടേക്കാ പോകണ്ടേ? ലൈറ്റ് റേ എവിടെ നിന്ന് എവിടേക്കാ പോകണ്ടേ? ലൈറ്റ് റേ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ മാത്രമേ എന്ത് വലുതാവുള്ളൂ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വലുതാവുള്ളൂ. ഒന്നുകൂടി പറയാം, ലൈറ്റ് റേ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ മാത്രമേ എന്ത് വലുതാവുള്ളൂ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വലുതാവുള്ളൂ. അപ്പൊ ഇവിടുത്തെ ഡെൻസർ മീഡിയ ആരാണ്? എക്സ് ആണ്. ഡെൻസർ മീഡിയ ആരാണ്? എക്സ്. ഇവിടുത്തെ റെയറർ മീഡിയ ആരാ? വൈ ആണ്. ഓക്കെ, ഞാൻ ഈ വരക്കണ ചുമപ്പ വര എന്താ? അതാണ്ടാ സർഫസിന്റെ നോർമൽ. എന്താണ്? സർഫസിന്റെ നോർമൽ ആണ്ടാ. ഓക്കെ, നമ്മുടെ എക്സിൽ നിന്ന് എന്ത് ചെയ്യണ്? ഇൻസിഡന്റ് റേ വരണല്ലേ? അത് എന്ത് ചെയ്യണേ? റിഫ്രാക്ട് ചെയ്ത് പോണ്. എന്താണ്? ഇൻസിഡന്റ് റേ എന്ത് ചെയ്ത് തന്നെ റിഫ്രാക്ട് ചെയ്ത് പോണ്. ഞാൻ പറഞ്ഞില്ലേ, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? എവേ ഫ്രം ദ നോർമൽ ആയിരിക്കും ഡീവിയേഷൻ. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കണേ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വലുതാവണേ. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ എവേ ഫ്രം ദ നോർമൽ ആണ് ഡീവിയേഷൻ. അതുകൊണ്ടാണ് എന്ത് ചെയ്യണേ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വലുതാവണേ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒന്ന് മാർക്ക് ചെയ്തേ. ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതുപോലെ തന്നെ റിഫ്രാക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ലേ? നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? വിച്ച് ഈസ് ദ മീഡിയം ഓഫ് ലാർജർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഇതിൽ ഏത് മീഡിയത്തിനാണ് കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്? ഏത് മീഡിയത്തിനായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഡെൻസർ മീഡിയം എക്സ് ആണ്, റെയറർ മീഡിയം വൈ ആണ്. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയാം. എപ്പോഴും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള ആൾക്കാരായിരിക്കും എന്ത് കൂടുതലും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ ആർക്കാണോ അയാൾക്ക് തന്നെയായിരിക്കും എപ്പോഴും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ. ഒന്നുകൂടി പറഞ്ഞുതരാം, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആർക്കാണോ കൂടുതൽ അയാൾക്ക് തന്നെയായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ ആർക്കാ? എക്സിനാണല്ലേ? ആർക്കാണ്? എക്സിനാണല്ലേ? എക്സിന്. നമുക്ക് അവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? ഇൻ വിച്ച് മീഡിയം ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് മോർ? ഇതിൽ ഏത് മീഡിയത്തിനാണ് സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതൽ വെച്ചേക്കണം? ഏത് മീഡിയത്തിനായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? സ്പീഡ് ഓഫ് ലൈറ്റ് കുറയും. ഇനി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാലോ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടും. അപ്പോൾ ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആർക്കാ കുറവ്? വൈക്കാണ് അല്ലെ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആർക്കാണ് കുറവ്? വൈക്കാണ്. അപ്പൊ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതൽ ആർക്കായിരിക്കും? വൈക്കായിരിക്കും അല്ലേ? സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതൽ ആർക്കായിരിക്കും? വൈക്കായിരിക്കും. സെറ്റ് അല്ലേ? ഈ ക്വസ്റ്റ്യൻ സെറ്റ് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം.
നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാല് നമുക്ക് കുറച്ച് മീഡിയങ്ങൾ തന്നിട്ടുണ്ട്. ഒരു 5 മീഡിയം തന്നിട്ടുണ്ട്. ആ 5 മീഡിയത്തിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. 5 മീഡിയം തന്നിട്ട് എന്താണ് അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കാണ് ഇൻ വിച്ച് മീഡിയം ഡസ് ദ ലൈറ്റ് ട്രാവൽ വിത്ത് മാക്സിമം സ്പീഡ്. ഇതിൽ ഏത് മീഡിയത്തിലാണ് ലൈറ്റ് മാക്സിമം സ്പീഡിൽ ട്രാവൽ ചെയ്യുക? ആലോചിച്ച് നോക്കിയേ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സ്പീഡ് തമ്മിലുള്ള റിലേഷൻ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? സ്പീഡ് ഓഫ് ലൈറ്റ് കുറയും. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞു കഴിഞ്ഞാലോ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടും. അപ്പൊ ഏത് മീഡിയത്തിലായിരിക്കും മാക്സിമം സ്പീഡിൽ ട്രാവൽ ചെയ്യുക? അവിടെ ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടെങ്കിലല്ലേ അവിടെ ഏറ്റവും മാക്സിമം സ്പീഡിൽ ട്രാവൽ ചെയ്യുള്ളൂ. അപ്പൊ ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത് ആരാ? വാട്ടറിനാണ് അല്ലേ? ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത് ആർക്കാണ്? വാട്ടറിനാണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? വാട്ടർ. എന്താണ്? വാട്ടർ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പോവാം. Will a ray of light entering obliquely from glycerin to sunflower oil deviate? Explain the reason. എന്താന്ന് വെച്ചാലേ സൺഫ്ലവർ ഗ്ലിസറിനിലോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഡീവിയേറ്റ് ചെയ്യോ ഇല്ലേന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കണേ. ഡീവിയേറ്റ് ചെയ്യോ ഇല്ല അല്ലെ? എന്താ ഡീവിയേറ്റ് ചെയ്യാത്തെ? അല്ലെ ഇവരുടെ രണ്ടുപേരെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? സെയിം ആണ്. അവരുടെ രണ്ടുപേരും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല? അവിടെ റേ റിഫ്രാക്ട് ചെയ്യില്ല. ഞാൻ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലൈറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ഗ്ലാസ് ടു ഈച്ച് മീഡിയം ലിസ്റ്റഡ് ഇൻ ദ ടേബിൾ. If light is inclined at 30 degree of angle, which medium will the largest angle of refraction? And അതിന്റെ റീസൺ നമുക്ക് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്ത് ചെയ്യാണ്? നമ്മുടെ ഗ്ലാസ്സിൽ നിന്ന് എല്ലാ മീഡിയത്തിലോട്ടും ഇതിലുള്ള എല്ലാ മീഡിയത്തിലോട്ടും എന്ത് ചെയ്യാണ്? ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്ത് വിടുകയാണ്. ലൈറ്റ് എന്ത് ചെയ്യാണ്? കിടത്തി വിടുകയാണ്. ലൈറ്റ് കിടത്തി വിടുമ്പോൾ എന്ത് സംഭവിക്കും? റിഫ്രാക്ട് ചെയ്യല്ലേ. എന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് വിച്ച് മീഡിയം വിൽ ഹാവ് ദ ലാർജസ്റ്റ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. വലിയ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു നിങ്ങളുടെ അടുത്ത്? ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് പോയാൽ മാത്രമേ എന്താണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വലുതാവുള്ളൂ. അപ്പൊ ഏറ്റവും വലിയ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വരുന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും റെയറർ മീഡിയ ആയിരിക്കണം. ഇവിടുത്തെ ഏറ്റവും റെയറർ മീഡിയ ആരാ? വാട്ടർ ആണല്ലേ. ഇവിടുത്തെ ഏറ്റവും റെയറർ മീഡിയ ആരാണ്? വാട്ടർ ആണ്. അപ്പൊ വാട്ടറിനായിരിക്കും എന്ത് ഇവിടെ ഏറ്റവും വലിയ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വരാട്ടാ. അതിന്റെ കാരണം എന്താ? When a ray of light enters from optically denser to rarer medium, it will deviate towards normal. ഇവിടെ സ്പേസ് ഇല്ല കേട്ടോ മക്കളെ, ഇവിടെ സ്പേസ് ഇല്ല. Okay, when a ray of light enters from optically denser medium to rarer medium, it will deviate away from the normal. അല്ലേ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ റേ എന്ത് സംഭവിക്കും? നോർമലിനോട് അകന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അകന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? നമുക്ക് 2 ഡയഗ്രം തന്നിട്ടുണ്ട് അല്ലേ? 2 ഡയഗ്രം തന്നിട്ട് എന്താണ്? ഒന്നാമത്തെ ഡയഗ്രത്തിൽ എയറിൽ നിന്ന് മീഡിയം 1 ഡീവിയേഷൻ നടക്കണേ. രണ്ടാമത്തെ എന്താണ്? എയറിൽ നിന്ന് മീഡിയം 2 ഓക്കെ, ഇവിടുത്തെ ആംഗിള് 20 ഡിഗ്രി ആണ് കേട്ടോ. ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 20 ഡിഗ്രി. ഇവിടെ 30 ഡിഗ്രി. അപ്പൊ ഫസ്റ്റ് ഡയഗ്രത്തിൽ എയറിൽ നിന്ന് മീഡിയം 1 വരുമ്പോൾ 20 ഡിഗ്രി ആംഗിൾ ആണ് ഡീവിയേഷൻ നടക്കണേ. അതുപോലെ തന്നെ എയറിൽ നിന്ന് മീഡിയം 2 വരുമ്പോൾ 30 ഡിഗ്രി ആംഗിൾ ആണ് ഡീവിയേഷൻ നടക്കണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ചോദിച്ചേക്കാണ് വിച്ച് ഈസ് ദ മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആൻഡ് വൈ? ഇതിൽ ഏത് മീഡിയത്തിനായിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ? ഏതിനായിരിക്കും? ഞാൻ പറഞ്ഞു അല്ലേ നിങ്ങളുടെ അടുത്ത് റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? നോർമലിനോട് ചേർന്ന് പോകും. റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? നോർമലിനോട് ചേർന്ന് പോകും. ഇനി ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൂടുതൽ ചേർന്ന് പോകും. അപ്പൊ ഇവിടെ കൂടുതൽ ചേർന്ന് പോണതാരാ? മീഡിയം 1 ആണ് അല്ലെ? കൂടുതൽ ചേർന്ന് പോണ ആരാണ്? മീഡിയം 1 ആണ്. അതിന്റെ കാരണം എന്താണ്? റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? നോർമലിനോട് ചേർന്ന് പോകും. ലൈറ്റ് റേ എന്ത് ചെയ്യും? നോർമലിനോട് ചേർന്ന് പോകും.
ഇനി അതിന്റെ തന്നെ ബിഗ് ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് ഈസ് ദ മീഡിയം ഓഫ് ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏത് മീഡിയത്തിലാണ് ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഞാൻ നേരത്തെ പറഞ്ഞു എന്ത്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള ആൾക്ക് തന്നെ ആയിരിക്കും എന്തുണ്ടാവുക, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ ഉണ്ടാവുക. എപ്പോഴും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആർക്കാണോ കൂടുതൽ അയാൾക്ക് തന്നെ ആയിരിക്കും എന്ത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, 3 ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ, ഫിഗർ എ ബി സി 3 ഫിഗർ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അടുത്ത് അവർ ചോദിക്കുകയാണ് വിച്ച് ഫിഗർ ഇൻഡിക്കേറ്റ്സ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇതിൽ ഏത് ഫിഗർ ആണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കാണിക്കുന്നത്? ഏത് ഫിഗർ ആയിരിക്കും? ഇതാണോ? ഇതല്ല അല്ലെ? അതെന്താ, റിഫ്രാക്ഷൻ ഇൻ ഗ്ലാസ് സ്ലാബ് ആണ്. അതെന്താണ്, റിഫ്രാക്ഷൻ ഇൻ ഗ്ലാസ് സ്ലാബ് ആണ്. ഇതാണോ? ഇതല്ല അല്ലെ? അതെന്താ, റിഫ്രാക്ഷൻ ഇൻ പ്രിസം. അതെന്താണ്, റിഫ്രാക്ഷൻ ഇൻ പ്രിസം. നമ്മുടെ സൈക്കിളിന്റെ റിഫ്ലക്ടറിൽ കാണിക്കുന്ന ടോട്ടലിന്റെ റിഫ്ലക്ഷൻ ആണെന്ന് പറഞ്ഞല്ലേ? നമ്മ പഠിച്ചതാണ് എന്ത്, സൈക്കിളിന്റെ റിഫ്ലക്ടറിൽ എന്താണ്, ടോട്ടലിന്റെ റിഫ്ലക്ഷൻ ആണ്. അതിന്റെ ഡയഗ്രം ഇവർ വെച്ചേക്കണേ, അതിന്റെ ഡയഗ്രം അല്ലേ അത്. അപ്പൊ ഇവിടെ ടോട്ടലിന്റെ റിഫ്ലക്ഷൻ കാണിക്കുന്ന ഫിഗർ ഏതാ? ഇതാണല്ലേ? ഏതാണ് ഫിഗർ? ഏതാ? ഫിഗർ എ ആണല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് വിച്ച് ഫിഗർ ഇൻഡിക്കേറ്റ്സ് റിഫ്രാക്ഷൻ. ഇതിൽ ഏത് ഫിഗർ ഒക്കെയാണ് റിഫ്രാക്ഷൻ കാണിക്കണതെന്നാണ് അല്ലെ? ബിയും സി എന്താണ്, റിഫ്രാക്ഷൻ അല്ലേ കാണിക്കണേ? ഒരെണ്ണം എന്താ, റിഫ്രാക്ഷൻ ഇൻ ഗ്ലാസ് സ്ലാബ് ആണ്. അടുത്തത് എന്താ, റിഫ്രാക്ഷൻ ഇൻ പ്രിസം ആണ്. ഓക്കെ അല്ലേ? നമുക്ക് ഇവിടെ 7ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് 7ാമത്തെ ക്വസ്റ്റ്യൻ? ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ഈസ് 42 ഡിഗ്രി. എന്താണ്, ദ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാ, 42 ഡിഗ്രി ആണ്. ചൂസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫോർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. നമ്മുടെ അടുത്ത് എന്ത് പറഞ്ഞേക്കണ്, ഒരു ആംഗിൾ ചൂസ് ചെയ്യാൻ പറഞ്ഞേക്കണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാനായിട്ട്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ എന്താ? കണ്ടീഷൻ എന്താ? ക്രിട്ടിക്കൽ ആംഗിൾ അടി കൂടുതലായിട്ടുള്ള ഒരു ആംഗിൾ വന്നാൽ മാത്രമേ അവിടെ എന്ത് സംഭവിക്കുള്ളൂ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുള്ളൂ. അപ്പൊ ഇവിടെ ക്രിട്ടിക്കൽ ആംഗിൾ അടി കൂടുതലായിട്ടുള്ള ആംഗിൾ ആരാ? കൂടുതലായിട്ടുള്ള ആംഗിൾ ആരാ? 14 ആണ് അല്ലേ? 14 വലിയൊരു ആംഗിൾ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. അതാരാണ്? 14 ആണ്. ഓക്കെ, അപ്പൊ അവിടെ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വി ക്യാൻ സീ മെനി സ്മോൾ പ്രിസം ഇൻ ദ റിഫ്ലക്ടർ യൂസ്ഡ് ഇൻ മോട്ടോർ സൈക്കിൾ. ഡിസ്ക്രൈബ് ദ ബെനിഫിറ്റ് ഓഫ് യൂസിങ് ദം. നമുക്ക് സൈക്കിളിനുള്ളിലുള്ള റിഫ്ലക്ടറില്ലേ, അതിൽ കുറെ കുഞ്ഞി കുഞ്ഞി ട്രയാങ്കുലർ പ്രിസം കാണും. അതിന്റെ ബെനിഫിറ്റ് എന്താണെന്നാ ചോദിച്ചിരിക്കണേ. അതെന്തിനാ യൂസ് ചെയ്യണേ? ഒരേ കുഞ്ഞി കുഞ്ഞി ട്രയാങ്കിൾ എന്താ നടക്കണേ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് നടക്കുന്നത്. ഒരേ കുഞ്ഞി കുഞ്ഞി ട്രയാങ്കിൾ എന്താണ് നടക്കുന്നത്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, ഇനി കുഞ്ഞി കുഞ്ഞി ട്രയാങ്കിളിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നതിന്റെ എണ്ണം കൂടും. അപ്പൊ എന്താ സംഭവിക്കുക അല്ലെ, ബ്രൈറ്റ്നെസ് കൂടും അല്ലെ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നതിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, വരുന്ന ലൈറ്റിന്റെ ബ്രൈറ്റ്നെസ് കൂടും. ഓക്കെ, നമുക്ക് ഇവിടെ 9ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താ 9ാമത്തെ ക്വസ്റ്റ്യൻ? നമുക്കൊരു 5 മീഡിയം തന്നിട്ടുണ്ട്, അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. 5 മീഡിയം തന്നിട്ട് എന്താണ്, അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് എ ക്വസ്റ്റ്യൻ ആണെന്ത്, ചൂസ് ദ മീഡിയം ഇൻ വിച്ച് ലൈറ്റ് ഹാസ് ദ ലീസ്റ്റ് സ്പീഡ്. ഇതിൽ ലൈറ്റ് ഏറ്റവും കുറവ് സ്പീഡുള്ള മീഡിയം ഏതാണെന്നാണ്. ലൈറ്റ് ഏറ്റവും കുറവ് സ്പീഡാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കണം, ഏറ്റവും കൂടുതലായിരിക്കണം. ഏറ്റവും കൂടുതലുള്ളടത്ത് മാത്രമേ എന്തായിരിക്കുള്ളൂ, ഏറ്റവും കുറവ് സ്പീഡ് ഓഫ് ലൈറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർക്കാ, ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർക്കാ, ഡയമണ്ടിനാണ് അല്ലെ. ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡയമണ്ടിനാണ്. അപ്പൊ ഏറ്റവും കുറവ് സ്പീഡ് ഓഫ് ലൈറ്റ് ആർക്കായിരിക്കും, ഡയമണ്ടിനായിരിക്കും. ആർക്കായിരിക്കും, ഡയമണ്ടിനായിരിക്കും. നമുക്ക് അവിടെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ എന്താ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഈസ് 3 × 10⁸ ആണ് മക്കളെ. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ കെറോസിൻ. നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ തന്നിട്ടുണ്ട് അല്ലെ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ തന്നിട്ടുണ്ട്. എന്നിട്ട് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ കെറോസിൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമുക്ക് കെറോസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കെറോസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ സി, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ സി 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ട് എത്രയാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നെ, 1.44. എത്രയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നത്, 1.44. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരാ, കണ്ടുപിടിക്കേണ്ടത് വിനെയാണ്. ആരാണ് കണ്ടുപിടിക്കേണ്ടത്, വി. നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പഠിച്ചപ്പോൾ ഇക്വേഷൻ പഠിച്ചല്ലേ, n = c/v. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. അപ്പൊ എന്താണ് ഇക്വേഷൻ, n =
C/V. നമുക്കിവിടെ എന്നും സിയും അറിയാം അല്ലെ എന്നും സിയും നമുക്കറിയാം. നമുക്കറിയാത്തത് ആരാ? ബീനെ അല്ലേ അറിയാത്തത്. അപ്പൊ എന്ത് ചെയ്യണം? ബീനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് എന്നിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. എന്താ ചെയ്യേണ്ടത്? ബീനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയിട്ട് എന്നിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. അപ്പൊ എന്താ ഇക്വേഷൻ? V = C/N ആവും. ഇനി ഞാൻ എന്ത് ചെയ്യണ്? മേലത്തെ വാല്യൂസിനൊക്കെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, V = 3 × 10⁸ meter/second by എത്രയാ? എത്രയാ? 1.44. എത്രയാണ്? 1.44. ഓക്കെ, ഈ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യണേ? കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പോകണം. ഓക്കെ, ഈ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പോകണ്ടാ. അപ്പൊ ശ്രദ്ധിച്ചു നോക്കൂ. V = 3/1.44 × 10⁸ meter/second. ഓക്കെ, ഞാൻ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണേ? ഇനി ഈ 3/1.44 ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഡെസിമൽ അടിയിലുള്ളപ്പോ എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ, ഡെസിമൽ അടിയിലുള്ളപ്പോ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഡെസിമൽ കളയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണേ? മേലേലും അടിയിലും 100 വെച്ച് ഇൻറ്റു ചെയ്യണം. ഡെസിമൽ കളയാൻ വേണ്ടി എന്താ ചെയ്തേ? മേലേലും അടിയിലും എന്ത് ചെയ്ത്? 100 വെച്ച് എന്ത് ചെയ്ത്? ഇൻറ്റു ചെയ്ത്. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? അടിയിലുള്ള ആ ഡെസിമൽ എന്ത് ചെയ്ത്? പോയി കിട്ടും. അടിയിലുള്ള ഡെസിമൽ എന്ത് ചെയ്യും? പോയി കിട്ടും. അപ്പൊ 300/144 ആണെന്ത്? അല്ലെ, 100 ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടാ? 300/144 × 10⁸ meter/second. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 300/144 × 10⁸ meter/second. ഇനി 300/144 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2.083 കിട്ടും. 300/144 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2.083 കിട്ടും അല്ലേ? ഇവിടെ ഒരാളും കൂടി ഇല്ലേ? ഇൻറ്റു 10⁸ meter/second കൂടി ഇല്ലേ? അയാളെ കൂടി എടുത്ത് ചെയ്താട്ടാ. അപ്പൊ എന്താണ് ആൻസർ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ കെറോസിൻ എന്താ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ കെറോസിൻ എന്താ? 2.083 × 10⁸ meter/second. എന്താണ് ഈ ക്വസ്റ്റ്യൻ? When a ray of light enters obliquely from air to diamond, will the refracted ray deviates towards the normal or away from the normal? Justify your answer. ഓക്കെ, എന്താണ് ചോദിച്ചിരിക്കണേ? എയറിൽ നിന്ന് ഡയമണ്ടിലോട്ട് നമ്മുടെ ഇൻസിഡന്റ് റേ പോകുമ്പോൾ അവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലെ, റിഫ്രാക്ഷൻ എന്ത് സംഭവിക്കും? ടുവേർഡ്സ് നോർമൽ ആണോ എവേ ഫ്രം ദ നോർമൽ ആണോ എന്ന് ചോദിച്ചേക്കണേ. എന്തായിരിക്കും? എയറിൽ നിന്ന് ഡയമണ്ടിലോട്ട് പോകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? എയർ ആണല്ലേ റെയറർ മീഡിയം. നോക്കിയേ, ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർക്കാ കൂടുതല്? ഡയമണ്ടിനാണ്. അപ്പൊ ഡെൻസർ മീഡിയം ആരായിരിക്കും? ഡയമണ്ട് ആയിരിക്കും. അപ്പൊ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ എങ്ങോട്ടായിരിക്കും ഡിവൈറ്റ് ചെയ്യുക? ടുവേർഡ്സ് നോർമൽ ആയിരിക്കും അല്ലെ? എങ്ങോട്ടായിരിക്കും ഡിവൈറ്റ് ചെയ്യുക? ടുവേർഡ്സ് നോർമൽ ആയിരിക്കും. അതിന്റെ കാരണം എന്താണ്? റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ ഡീവിയേറ്റ്സ് ടുവേർഡ്സ് ദ നോർമൽ. എന്താണ് സംഭവിക്കുക? ഇറ്റ് വിൽ ഡീവിയേറ്റ്സ് ടുവേർഡ്സ് ദ നോർമൽ. അപ്പൊ നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദ പാത്ത് ഓഫ് ലൈറ്റ് ത്രൂ മീഡിയം ABCD ആർ ഗിവൺ. ചൂസ് ദ കറക്റ്റ് ഫിഗർ. നമുക്ക് പാത്ത് ഓഫ് ലൈറ്റ് എന്നുണ്ട് ABCD എന്നീ മീഡിയങ്ങളുടെ പാത്ത് ഓഫ് ലൈറ്റ് എന്നുണ്ട്. കണ്ട, 5 പാത്ത് ഓഫ് ലൈറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യാനാണ് പറയണേ. ഇത് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ക്ലൂ എന്താ? The optical density of the mediums are in the order of A less than B, B less than C, C less than D. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? 4 മീഡിയങ്ങൾ ഉണ്ടല്ലേ? ABCD എന്നീ 4 മീഡിയങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആർക്കാണ്? എക്കാണ് അല്ലെ? എനേക്കാൾ കുറച്ചുകൂടി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ ആർക്കാ? ബിക്കാണ്. ബിനേക്കാൾ കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആർക്കാണ്? സിക്കാണ്. സിനേക്കാൾ കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആർക്കാ? ഡിക്കാണ്. അപ്പൊ നമ്മുടെ ഇൻസിഡന്റ് റേ എയിൽ നിന്ന് ബിയിലോട്ട് വരേണ്ട വിചാരിക്കട്ടാ. എയിൽ നിന്ന് ബിയിലോട്ട് വരുമ്പോ എന്താ സംഭവിക്കുക? ഇൻസിഡന്റ് റേ എയിൽ നിന്ന് ബിയിലോട്ട് വരെയാണ്. എ ആണ് എന്ത്? ഇപ്പൊ
റെയറർ മീഡിയം. ഇപ്പൊ ആരാണ്? റെയറർ മീഡിയം ആണ്. റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? അല്ലെ, നോർമലിനോട് ചേർന്ന് ഡീവിയേറ്റ് ചെയ്യും. നോർമലിനോട് ചേർന്ന് ഡീവിയേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ബിയിൽ നിന്ന് സിയിലോട്ട് പോയെന്ന് വിചാരിക്കട്ടാ. ബിയിൽ നിന്ന് സിയിലോട്ട് പോകണം. അപ്പോഴെന്തായിരിക്കും സംഭവിക്കുക? ബിയിലെ ഇവിടുത്തെ റെയറർ മീഡിയം അല്ലെ, ബിയിലെ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് പോകും. പിന്നെ എന്ത് സംഭവിക്കും? പിന്നെയും ടുവേർഡ്സ് നോർമൽ ആയിരിക്കും ഡീവിയേഷൻ. പിന്നെ എന്തായിരിക്കും ഡീവിയേഷൻ വരാ? ടുവേർഡ്സ് നോർമൽ ആയിരിക്കും. അത് കഴിഞ്ഞ് സിയിൽ നിന്ന് ഡിയിലോട്ട് പോവേണ്ട. സിയിൽ നിന്ന് ഡിയിലോട്ട് പോണ വരും. സിയിൽ നിന്ന് ഡിയിലോട്ട് പോകുമ്പോൾ ഇവിടുത്തെ റെയറർ മീഡിയ ആരാ? സി തന്നെയാണ് അല്ലെ. സിനേക്ക് ഒപ്റ്റിക് ഡെൻസിറ്റി കൂടുതലാണ് ആർക്ക്? ഡിക്ക്. അപ്പൊ ഇവിടുത്തെ റെയറർ മീഡിയ ആര് തന്നെയാണ്? സി തന്നെയാണ്. അപ്പൊ സിയിൽ നിന്ന് ഡിയിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? പിന്നെയും ചേർന്ന് പോകും അല്ലെ, പിന്നെയും നോർമലിനോട് ചേർന്ന് പോകും. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ഒരു ഡയഗ്രാം നമുക്ക് തന്നേക്കണ ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കാം. അതാണ് എന്ത് നമ്മുടെ ആൻസർ. ഓക്കെ, ഇതുപോലത്തെ ഡയഗ്രാം നമ്മൾ നേരത്തെ വരച്ച പോലത്തെ ഡയഗ്രാം ഏതാ? ഇതാണല്ലേ. അതല്ലേ നമ്മൾ നേരത്തെ വരച്ച ഡയഗ്രാം അല്ലേ? ഇതെന്താ ചെയ്യണേ? ഇതേ അവേ ഫ്രം ദ നോർമലാ. ഇതല്ലേ ടുവേർഡ്സ് നോർമല് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എത്തനോൾ ഈസ് ലെസർ ദാൻ ദാറ്റ് ഇൻ മെത്തനോൾ. എന്താണ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എത്തനോളിന് കുറവ്? എന്തിനേക്കാൾ കുറവാണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മെത്തനോളിനേക്കാൾ കുറവാണ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എത്തനോൾ. വിച്ച് മീഡിയം ഹാസ് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വൈ? ഇതിൽ ഏത് മീഡിയത്തിനാണ് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ് ചോദിച്ചേക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? സ്പീഡ് ഓഫ് ലൈറ്റ് കുറയും. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞു കഴിഞ്ഞാലോ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടും. അപ്പൊ നമ്മുടെ അടുത്ത് ചോദിച്ചാൽ എന്താ? ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർക്കാന്നാ ചോദിച്ചേക്കണേ. ആർക്കായിരിക്കും ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ആർക്കായിരിക്കും? ഏറ്റവും കൂടുതൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഉള്ള ആൾക്കായിരിക്കും എന്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവ്. അപ്പൊ സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കൂടുതൽ ആർക്കാ? മെത്തനോൾ ആണ്. ആർക്കാണ്? മെത്തനോൾ ആണ്. ഓക്കെ, അതിന്റെ കാരണം എന്താ? മെത്തനോൾ ഹാസ് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, when speed of light increases refractive index decreases. അതിന്റെ കാരണം എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് കേട്ടോ. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഇനിയും കാണാം നമുക്ക്. ബൈ ബൈ.